ഫോൺ കിട്ടാൻ ഒരുപാട് താമസിച്ചു. ഓഫീസിൽ വിശേഷിച്ചൊന്നുമില്ല. ബോംബെന്ന് 5-6 തവണ കോള് വന്നിരുന്നു എന്ന് മേരി പറഞ്ഞു. വേണുവേട്ടൻ എന്ത് ചെയ്തു? ഓ, ചുമ്മാ നടക്കാനിറങ്ങി. കൂട്ടത്തിൽ തന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കണ്ടു. രാക്ഷസന്റെ ഗുഹയെ കയറി ഒരു ചായയും കുടിച്ചു. വേണുവേട്ടൻ ഇന്നത്തെ പേപ്പർ ഉണ്ടോ? ഓ, ഞാനത് മറന്നു. ലോകത്തിന് വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. 1.5 കോടി രൂപയുടെ വിദേശ വസ്തുക്കൾ പിടിച്ചെടുത്തു. ഓഫീസിൽ വന്ന ആളും ഉണ്ട്. ഉണ്ട്. അയാൾ ഇതിന്റെ ആളാണോ? ആയിരിക്കണം. പിടിച്ചത് അതുകൊണ്ടാവുമല്ലോ. ശിവേട്ടന്റെ ഫ്രണ്ട്സ് ഈ ടൈപ്പ് ആളുകളുണ്ടോ? ബോംബെ അല്ലേ, ഓരോരുത്തരുടെ പ്രൈവറ്റ് ബിസിനസ് എന്തൊക്കെയാണെന്ന് നമ്മളെങ്ങനെ അറിയും? ഒരു ചായ എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ വേണ്ട. കുറെ ദൂരം നടന്നോ? പുഴക്ക് വരെ. ടൗണിൽ മടുത്തു തോന്നുമ്പോഴൊക്കെ ഇനി ഇങ്ങോട്ട് വന്നാ മതി. പിന്നെയും ടൗണിലേക്ക് തന്നെയല്ലേ പോണ്ടത്? നിങ്ങളുടെ ശിവേട്ടൻ മുമ്പ് പറയുമായിരുന്നു, ബോംബെന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നും. കുറെ ഓടി നോക്കും, പിന്നെ അവിടേക്ക് തന്നെ തിരിച്ചെത്തും. ഒരു മൂദേവി ഭാര്യയെ പോലെയാണ് സിറ്റി എന്ന് പറയും പുള്ളി. എല്ലാ നഗരത്തിനും അത് ബാധകമാണ്. ഞങ്ങളെ ഏട്ടന് കാര്യമായിട്ടൊരു കല്യാണാലോചനയൊക്കെ നടത്തിയിരിക്കുമ്പോഴാ പാവം ഏട്ടനൊന്നിനും യോഗം ഉണ്ടായില്ല. ഏട്ടനെന്നല്ല പറയേണ്ടത്, ഞങ്ങൾക്ക് യോഗം ഉണ്ടായില്ല. നാളെ വേണമെങ്കിൽ സന്ധ്യക്ക് എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ നമുക്ക് മടങ്ങാം. 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് എത്തിയാൽ മതി. ബോംബെന്ന് ശരവർഷം കാള് വരുന്ന എന്തിനാന്നറിയാം. അറസ്റ്റ് ചെയ്ത ഈ പാർട്ടിയെ ജാമ്യത്തിൽ ഇറക്കാൻ. വേണുവേട്ടൻ എങ്ങനെയാ ഇവരും ഒക്കെ ആയിട്ട് ഇത്ര? ആളുകൾ പലതും പറയാറുണ്ട്. ബിസിനസ് വലുതായപ്പോ പലർക്കും പല കാരണങ്ങളും കണ്ടെത്തണം. നേരായ മാർഗത്തിലല്ലാതെ ഒരു കാശും മോഹിക്കരുത്, അത് നിൽക്കില്ല എന്ന് എനിക്കൊരാൾ മുമ്പേ പറഞ്ഞു തന്നിരുന്നു. നിന്റെ ശിവേട്ടൻ തന്നെ. ദേവി മഹാമായി, ഒക്കെ ഒരുവിധം നന്നായി കഴിഞ്ഞു. കമ്മിറ്റിക്കാരുണ്ടായിട്ടെന്താ, എല്ലാ ദിക്കിലും ഓടിപ്പായാൻ ഞാൻ തന്നെ വേണം. മേലൊക്കെ തോന്നു. നിറകുടം തുളുമ്പില്ല എന്ന് പഴയ ആളോട് പറയണത് വെറുതെ അല്ല. താൻ വലിയൊരാളാണെന്ന് ഒരു ഭാവം വേണ്ടേ? ഇനി കോഴിക്കോട്ട് വരുമ്പോ നിശ്ചയമായിട്ടും വീട്ടിൽ വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേണു. ഒരു നേരം ഉണ്ണാൻ വിളിക്കായിരുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് ഒന്നും ശരിയായില്ല. മാഷയുടെ കസ്റ്റഡി നിൽക്കുമ്പോ എങ്ങനെ അതിർത്തിടുകയെന്ന് സംശയിച്ചിട്ടാ. കാര്യമുണ്ടായിരുന്നു. ഇതൊരു നിമിത്താണെന്ന് ഒരു തോന്നൽ. നമ്മുടെ ദേവിക്ക് ഒന്ന് ആലോചിച്ചാൽ എന്താ തെറ്റ്? അയ്യോ, വെറുതെ നാണം കിടണ്ട. അവരൊക്കെ വലിയ കോടീശ്വരന്മാരാ, വെറും പണക്കാരല്ല എന്നല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞത്? പണത്തെപ്പറ്റി വേണു പറഞ്ഞ എന്താണെന്ന് കേൾക്കണോ? ദൈവം തൽക്കാലത്തെ സൂക്ഷിപ്പുകാരായി ചില ഏൽപ്പിക്കുന്നു. അവര് നോക്കി നടത്താൻ പറ്റാത്തവരെന്ന് കണ്ടാൽ അങ്ങനെ തന്നെ എടുത്ത് വേറെ കൊടുക്കുന്നു. ആലോചിച്ച ശരി തന്നെയല്ലേ? അതാ പറഞ്ഞത്. ചെറുപ്പാണെങ്കിലും അഹങ്കാരമില്ല. മനസ്സിന് നല്ല ഇരുത്തം വന്ന ആളാണെന്ന് ഓരോ വാക്കിന്നും എനിക്ക് ബോധ്യായി. ആലോചിക്കണേൽ എന്താ അപകടം? അയാൾക്ക് താല്പര്യമാവുന്ന എന്റെ ഒരു തോന്നൽ.
മണി ഓർഡർ ആയിട്ട് അടുത്ത മാസം മുതൽ കാശെത്തും. വേറെ എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ ദേവിയോട് പറഞ്ഞാൽ മതി. ആ ഇപ്പൊ ഞാൻ നടക്കട്ടെ, ഞാൻ അന്വേഷിക്കും. നാളെ പോകുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വെച്ചു. കാശ് അകത്തെടുത്ത് വെച്ചേക്കൂ. ദേവിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ആളാ അല്ലേ? അയ്യോ, വല്യമ്മ എന്തൊക്കെയായി പറയണേ? എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ, ഈ മോന്റെ നല്ല മനസ്സാ. ദൂരത്തേക്ക് പോയാലും ഇടയ്ക്ക് വരണം. വരില്ലേ? രണ്ടാളും കൂടിയിട്ട് വരണം. ഞാൻ പോവാ വല്യമ്മേ. ആ തള്ള ഒരു ഭ്രാന്ത് പറയണേന് എന്താ പറയാ? ഉം? ഒന്നുമില്ല. ഒരു കാര്യം പറഞ്ഞ ഉം. ഒന്നും തോന്നരുത്. അച്ഛൻ ചിലപ്പോ കോഴിക്കോട്ട് വന്നൂന്ന് വരും. അതിനെന്താ, വരട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്യണുണ്ടോ? ചിലപ്പോ ഈ വല്യമ്മ പറഞ്ഞ പോലെ വല്ലതൊക്കെ പറഞ്ഞൂന്നും വരും അച്ഛനും. ഓ, അത് ശരി. എന്തെങ്കിലും പറഞ്ഞ് ഒഴിയണം എന്നല്ലേ? ഓർമ്മിക്കാം. അച്ഛനോട് പറയാൻ മടിയുള്ളത് വല്ലതുകൊണ്ടേ പറഞ്ഞോളൂ. തന്ത്രപൂർവ്വം ഞാൻ പ്രസന്റ് ചെയ്യാം. ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഞാനാരും കണ്ടുവച്ചിട്ടൊന്നുമില്ല. അതല്ല പറഞ്ഞത്. പിന്നെ? അപമാനിക്കരുത്. ഈ നാട്ടിന്ന് ഒന്നുമില്ലാത്ത ഒരാള് ഒന്നുമില്ലാത്തൊരു പെണ്ണിന്റെ കാര്യവും പറഞ്ഞു വന്നാൽ തന്നെ അപമാനിക്കരുത്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥിതിയൊന്നും ഇല്ലാന്നും അറിയാം. പക്ഷേ അച്ഛനോടത് പറയാൻ എനിക്ക് വയ്യല്ലോ. മകളുടെ സമ്മതമൊന്നും അച്ഛന്മാർ ചോദിക്കുന്ന പതിവൊന്നും ഇല്ലേ ഇവിടങ്ങളിലൊക്കെ? മകൾക്ക് എത്ര സമ്മതാച്ചാലും ചെല്ലുന്ന സ്ഥലത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്നും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, അപമാനിക്കാണ്ടേ അയച്ചാ മതി അച്ഛനെന്ന്. ആയതൊക്കെ എടുത്തോളൂ. അച്ഛനെപ്പോഴും ഗാന്ധിയന് മദ്യം എന്നൊക്കെ കേട്ടാൽ അതാ അപ്പുണ്ണിയേട്ടൻ ഇവിടെ ആക്കിയത്. അപ്പുണ്ണിയേട്ടന്റെ വക വല്ലപ്പോഴും അല്ലേ ഇങ്ങനൊന്നും തരാവുള്ളൂ. അപ്പൊ എന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ മാലേച്ചി ഒന്ന് കണ്ണടച്ചോളൂ. അതെ അതെ, എപ്പോഴെങ്കിലും കിട്ടണതല്ലേ വെച്ചിട്ട് എടുത്തു മോന്തി അവിടെ ചെന്ന് അച്ഛന്റെ മുമ്പിലെങ്ങാനും വട്ടം തിരിഞ്ഞാലുണ്ടല്ലോ. എന്നാലേ കാശ് മുതലാക്കാൻ കഴിയുന്നത്ര സ്വന്തം വയറ്റിലെത്തട്ടെ വെച്ചിട്ട് പൂശാൻ പോണത് വേറൊരാളാണ്. അവിടെ മതി വാണിംഗ്. കുട്ടികളെവിടെ? അപ്പുറത്ത് വലിയ മുത്തച്ഛന്റെ കൂടെ എന്ന് വരുന്ന നാമം ചൊല്ലണമെന്നാ നിയമം. ആരാ? കൊറേ കേട്ടാ അറിഞ്ഞൂടെ? നമ്മുടെ എഴുത്തച്ഛനാ. ഒരു തുള്ളി അതിന് കൊടുത്തേക്ക്. മതി എഴുത്തച്ഛാ, മനസ്സിലായി. കുറച്ച് ക്ഷയം പിടിക്കണ്ട. എഴുത്തച്ഛന് എത്ര വേഗം മണം കിട്ടിയത്. ശിവൻകുട്ടി വരുമ്പോഴായിരുന്നു രസം. എന്തെല്ലാം ജാതി കുട്ടികള്. ദാ, എത്ര കൊല്ലേ ഇപ്പോഴും സമയം കൃത്യം. അല്ല, അങ്ങനെ സ്നേഹമുള്ള ഒരു കുട്ടി ഈ ദേശത്ത് ഉണ്ടായില്ല. മാലതി, കൊണ്ടാട്ടമുളക് വേണത്ര വേണുവിന്. വേഗം മറക്കൂ. മാലേച്ചി കേട്ടില്ലല്ലോ. വേണുവേട്ടൻ കല്യാണം കഴിക്കുന്നു ഉടൻ. അത് തീരുമാനിച്ചു. ഈ പ്രദേശത്ത് മതി നിശ്ചയിച്ചു കഴിഞ്ഞു. പോരെ? നമുക്ക് പൊടി പൊടിക്കണം. ആരായാലും പറഞ്ഞോളൂ. ബാക്കി കാര്യങ്ങള് ദാ ഇവർ രണ്ടാളും ഏറ്റു. ഞാനുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ പെട്ടെന്ന് തോന്നിയതാണ്. വേറെ ആരുമല്ല, നിന്റെ രാക്ഷസനില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ മകൾ. നിങ്ങൾക്കൊന്നും എതിരില്ലെങ്കിൽ ആലോചിച്ചോളൂ. എതിര്? എന്തിനെതിര്? ഞാൻ പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അതോ അച്ഛൻ സംസാരിച്ചാൽ മതി. അതാണ് ഭംഗി. അതെ അതെ, അതാ ശരി. ചേഴ്സ്. ഒന്നുകൂടെ ഒഴിക്ക്. അങ്ങനെ വരട്ടെ. ഞാനെന്ന് എറണാകുളത്ത് പോയി നാളെ ഉച്ചയ്ക്ക് ഓഫീസിലെത്തും. നീ രാവിലെ പുറപ്പെടില്ലേ? അപ്പൊ ശരി.
അങ്ങനെ തോന്നിയത് നന്നായി. ഉറുപ്പ് ഇവിടെ വന്ന് അടിയും കാലും പിടിക്കും എങ്ങനെയെങ്കിലും നടത്തിത്തരാൻ. ഇവിടെ വരണത് തന്നെ തന്റെ പ്രതാപത്തിന് യോജിക്കണതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണല്ലോ കൃഷ്ണക്കുറുപ്പ്. പറയാതെ എങ്ങനെ അവരറിയാ? ഞാൻ അത്ര പൊട്ടനോ? ഇങ്ങനെ ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് മാത്രമേ എഴുത്തച്ഛൻ പറയൂ. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ട എന്താച്ചാ ചെയ്യണമെന്ന് വേണു പറഞ്ഞ വിവരം അവിടെ കിട്ടും. അയാള് വന്നാൽ ആദ്യം ഒന്ന് ഒലുമ്പും ഞാൻ. വരട്ടെ. ഏതായാലും നാരായണിക്കും ദേവിക്കും ഇവിടെ ഉള്ളവരെന്ന് വെച്ചാ ജീവന. അത് പറയാണ്ട് വയ്യ. രാജൻ നാളെയല്ലേ പോവുള്ളൂ. അതിനു മുമ്പ് കുറുപ്പിനെ വരുത്തിക്കോളാം. കാര്യം എന്തായാലും ആ പെണ്ണ് ദേവി ഭാഗ്യം ചെയ്തോളാം. കളിതമാശ പറഞ്ഞു പറഞ്ഞ് അവസാനം കുഴപ്പത്തിൽ ചാടി അല്ലേ രാജ? എന്തു കുഴപ്പം? കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയായിരുന്നില്ലേ? വിവരമുള്ള ആളല്ലേ. എന്തു പറയാൻ? എന്തു പറയാന്നോ? അവളെന്ന് മാത്രം ധ്യാനിച്ചിരിക്കണ വേറൊരാളുണ്ട്, നീ. എന്നങ്ങോട്ട് തുറന്നു പറയാ. അതന്നെ. വേണുവേട്ടൻ പെട്ടെന്ന് വേണുവേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാലേച്ചി. എന്നാലും പിന്നെങ്കിലും നിനക്ക് സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ? വേണുവേട്ടന്റെ സന്തോഷം കണ്ടപ്പോ ഒക്കെ അടക്കി പിടിക്കണ സ്വഭാവമുള്ള ആളാ. എന്നിട്ടും ആവേശം കണ്ടില്ലേ? ഇവിടെ വന്ന ശേഷം വേണുവേട്ടൻ ആളാകെ മാറി. നമ്മൾ എങ്ങനെ പറയും? ഇവിടുന്ന് ഓരോ കാര്യത്തിന് എഴുതുമ്പോഴും ചോദിക്കുന്ന പണം എടുത്തോളാൻ പറയും. ഒന്നിനും ഒരു ചോദ്യവും ഇല്ല. അതിന് നീ പണിയെടുക്കണില്ലേ? ശമ്പളം മാത്രമാണോ പറ്റണ്? വർക്കിംഗ് പാർട്ട്ണർഷിപ്പ്, ഹോട്ടൽ പ്രോജക്റ്റിൽ ഞാൻ ചോദിക്കാതെ തന്നെ ഷെയർ, അങ്ങനെ എന്തൊക്കെ. ശിവേട്ടൻ അത്ര സഹായിച്ചിട്ടുണ്ടാവും. ശിവേട്ടൻ പണം മാറണ കാലത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എടാ, അവൾക്കെന്തു തോന്നും? തേനേ പാലേന്നും പറഞ്ഞ ആഴ്ചയിൽ നിന്റെ 3 കത്ത്. എനിക്കൊന്നും അറിയില്ലെന്നാ നീ വിചാരിച്ചിരിക്കണേ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ വേണുവിനോട് പറയാം. പിന്നീട് ഒരിക്കൽ ഇത് കേട്ട് കേൾപ്പിച്ച് വേണു അറിഞ്ഞാലോ? അപ്പോ അതിലേറെ കുഴപ്പാവില്ലേ?